മമ്മൂക്കയുടെ ഒപ്പമുള്ള സിനിമ അതാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇൻഡസ്ട്രിയിൽ നിന്നോ ഒന്നും നമുക്കങ്ങനെ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ല സിനിമയിൽ. നമ്മൾ തന്നെ തനിയെ വഴിവെട്ടി വന്നവനാ, വഴിവെട്ടി വന്നവളാ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാം. റിലീസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം വന്നിട്ട് വരുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ റിവ്യൂസും അല്ലെങ്കിൽ ഓൺലൈൻ വിചാരണകളും എല്ലാം നമ്മൾ എന്താ പറയുക, ഒരു കാര്യമില്ലാണ്ട് നമ്മളെ അറിയില്ലാത്തവരെല്ലാവരോടും കൂടി നമ്മളെ ചെളി വാരി എറിയുക, കല്ലെറിയുക, അങ്ങനത്തെ ഇതിലേക്ക്, അതായത് നമ്മൾ കേട്ടിട്ടില്ലേ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങാന്ന് കേട്ടിട്ടില്ലേ, അതേ സംഭവം, അത്രേ ഉള്ളൂ. സിനിമ മോശമാണെങ്കിൽ മോശമാണ് എന്നൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ പറയുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. അതൊക്കെ ഒരു പൗരന്റെ അവകാശത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പം നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണെന്നാണ് ഞാൻ പറയുള്ളൂ. ഇത് ശരിക്കും എന്തിന് നമ്മളിത് സഹിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊരു കമ്പനി ജനങ്ങൾക്ക് അതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നിൽക്കുന്നതെന്ന് പോലും ചിന്തിപ്പിക്കുന്നുണ്ട്. നീതി എന്നൊരു സാധനത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു നിലപാടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നതും. ആഫ്റ്റർ ഓൾ ഈ സിനിമ എന്നൊക്കെ പറയുന്നത് ഒരു പുറമേ കാണുന്ന ഒരു ഗ്ലാമർ അതൊക്കെ ഉള്ളൂ. ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുടെ കൂടെ, പരിഹാസത്തിലാവുന്നവരുടെയൊക്കെ കൂടെ നിൽക്കണമെന്ന് എൻ്റെ മനസ്സെപ്പോഴും എന്നോട് തന്നെ പറയാറുണ്ടായിരുന്നു. അഭിനയ ജീവിതത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അഭിനയ ജീവിതത്തിന്റെ തുടക്കം ഇതുപോലെ വീപ്പിംഗ് ബോ എന്ന് പറഞ്ഞ പടത്തിലാണ് തുടക്കം. പിന്നെ മംഗ്ലീഷ് എന്ന് പറഞ്ഞ പടത്തിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് ഷീ ടാക്സി, പുതിയ നിയമം, പുത്തൻ പണം, കനൽ, അങ്ങനെയുള്ള സൂപ്പർ സ്റ്റാർ സിനിമകളിലേക്ക് എൻട്രി ആവുന്നു. നമ്മൾ അവരുടെ സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ വേണ്ട 15 സിനിമകളായി. ഷീ ടാക്സിയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ആ സിനിമയുടെ ഒരു അനുഭവം? അത് ഭയങ്കര രസമുള്ളൊരു അനുഭവമായിരുന്നു. എന്ന് വെച്ചാൽ അതിലെല്ലാവരും ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ അതിനകത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ബാഡ് ബോയ്സ് ഷൂട്ട് ചെയ്ത അതേ ഓർമ്മയൊക്കെ തന്നെയാണ് ഷീ ടാക്സിക്കും. അനൂപ് മേനോൻ, കാവ്യ മാധവൻ, കൃഷ്ണപ്രഭ, അൻസിബ, അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അതിനകത്ത്. പിന്നെ കൂർഗിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ അവിടെ പോയുള്ള കുറച്ച് ദിവസങ്ങൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അവിടുത്തെ നല്ല വെതർ, നല്ല ഒരു എന്താ പറയുക നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ ഓർമ്മയായിട്ട് നിൽക്കുവാണ്. 21 സിനിമകൾ. ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം? ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിലെ പോലീസ് ഓഫീസർ, മമ്മൂക്കയുടെ ഒപ്പമുള്ള സിനിമ അതാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. പിന്നെ സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ, അതിലെ കഥാപാത്രം ആർദ്ര എന്ന ക്യാരക്ടർ എന്നും മനസ്സിനോട് ചേർത്ത് വയ്ക്കുന്നു. ഒപ്പം ഇപ്പം ചെയ്ത ബാഡ് ബോയ്സിലെ. ഭർത്താവിനൊപ്പമാണല്ലോ സിനിമാ നിർമ്മാണത്തിൽ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഭർത്താവിനൊപ്പം തന്നെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് തന്നെ തോന്നുന്നു. കൊള്ളാമെന്നേ പറയാനുള്ളൂ. പാഷനായിരുന്നു സിനിമ. നിങ്ങളുടെ അഭിനയത്തിൽ ഏറ്റവും പ്രചോദനം നൽകുന്ന വ്യക്തി ആരായിരിക്കും? ഹസ്ബൻഡ് തന്നെയാണ്, തീർച്ചയായിട്ടും. ഹസ്ബൻഡ് തന്നെയാണ്. വേറെ ആരെയും എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല. ഇൻഡസ്ട്രിയിൽ നിന്നോ ഒന്നും നമുക്കങ്ങനെ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ല സിനിമയിൽ. നമ്മൾ തന്നെ തനിയെ വഴിവെട്ടി വന്നവനാ, വഴിവെട്ടി വന്നവളാ. അപ്പം അതുകൊണ്ട് പ്രചോദനം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തന്നെയാണ്. വേറെ ആരെയും അതിൽ പറയാനില്ല. സിനിമാ മേഖലയിൽ നിന്ന് നേരിട്ടിട്ടുള്ള പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വെല്ലുവിളികൾ ഈ പറഞ്ഞ പോലെ സിനിമ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു സൈഡിൽ കൂടെ അങ്ങ് സ്മൂത്തായിട്ട് പൊക്കോളും. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക്സൊക്കെ വളരെ സ്മൂത്തായിട്ട് നമ്മളതിൽ ആർട്ടിസ്റ്റുകൾ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഷൂട്ടിംഗ് ഒക്കെ നമ്മൾ അവരെ കംഫർട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഒരു സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളും. പക്ഷെ ഇത് റിലീസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റിലീസിങ് ഭയങ്കര ടെൻഷനാണ്. ഇപ്പം വന്നിട്ട് വരുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ റിവ്യൂസും അല്ലെങ്കിൽ ഓൺലൈൻ വിചാരണകളും എല്ലാം നമ്മൾ എന്താ പറയുക, ഒരു കാര്യമില്ലാണ്ട് നമ്മളെ അറിയില്ലാത്തവരെല്ലാവരോടും കൂടി നമ്മളെ ചെളി വാരി എറിയുക, കല്ലെറിയുക, അങ്ങനത്തെ ഇതിലേക്ക്, അതായത് നമ്മൾ കേട്ടിട്ടില്ലേ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങാന്ന് കേട്ടിട്ടില്ലേ, അതേ സംഭവം, അത്രേ ഉള്ളൂ. എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇരിക്കുക അല്ലെങ്കിൽ ഫേക്ക് ആവാൻ ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കാനാവും? അതുകൊണ്ടല്ലേ നിൽക്കുന്നില്ലല്ലോ, നമ്മളിങ്ങനെ ഇരിക്കുമല്ലേ. നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫേക്ക് ആവാൻ അറിയേയില്ല.
അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഭർത്താവിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന നടി എന്നുള്ള ഒരു പേര് എനിക്ക് ചാർത്തി തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഏറ്റവും പുതിയ 15ാമത്തെ ചിത്രം ബാഡ് ബോയ്സ്. എന്തുകൊണ്ടാണ് റഹ്മാൻ എന്നൊരു സ്റ്റാർ കാസ്റ്റ്? അല്ല, അത് ഒമർ ലുലു ഡയറക്ടർ നമ്മുടെ അടുത്ത് സിനിമയും കഥയുമായിട്ട് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നടൻ റഹ്മാൻ തന്നെയായിരുന്നു. നമ്മളായിട്ട് തീരുമാനിച്ചതൊന്നുമല്ല. അദ്ദേഹം കൊണ്ടുവന്നത് റഹ്മാൻ എന്ന നടനെയാണ്. അപ്പം ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നടനായിരുന്നു. പിന്നെ നല്ല എന്താ പറയുക, നമുക്ക് മലയാളികൾക്കെല്ലാം ഇഷ്ടമുള്ളൊരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ കമ്പനിക്ക് സന്തോഷമായിരുന്നു. അങ്ങനെയാണ് ആ സിനിമ നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇപ്പം അബാമും ബാഡ് ബോയ്സും നേരിട്ടിട്ടുണ്ട് റിവ്യൂ ബോംബിംഗ്. എന്താണ് റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം? ഭയങ്കര മോശം അഭിപ്രായമാണ്. ഒരു സിനിമയെ എത്രത്തോളം തരം താഴ്ത്തി, അല്ല സിനിമ മോശമാണെങ്കിൽ മോശമാണ് എന്നൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ പറയുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. അതൊക്കെ ഒരു പൗരൻ്റെ അവകാശത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അവർ ചോദിക്കും ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് നല്ല അഭിപ്രായങ്ങളാണ്. അത് നിങ്ങൾ പറയുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് മോശം അഭിപ്രായങ്ങളൊക്കെ പറയാം. പക്ഷേ പറയുന്നതിന് ഒരു അതിർവരമ്പ് നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഒരു പ്രോജക്റ്റിനെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നത്തെ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഇൻഡസ്ട്രിയിൽ ഒരു വ്യവസായത്തെ തന്നെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ ഒരിക്കലും ഒരു ക്രെഡിറ്റായിട്ട് കാണരുതെന്നാണ് എനിക്ക് റിവ്യൂവേഴ്സിനോട് പറയാനുള്ളത്. അതൊരു ഡിസ്ക്രെഡിറ്റ് തന്നെയാണ്. അതൊരു ക്രെഡിറ്റായിട്ട് കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞു അഭിപ്രായം പറയൂ, പക്ഷെ ഒരിക്കലും അത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സിനിമയെയോ പരിഹസിക്കുന്ന രീതിയിലോ അപമാനിക്കുന്ന രീതിയിലേക്ക് പോവരുത്. ആ തലത്തിലേക്ക് ഒരിക്കലും വളർത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. 12 വർഷങ്ങളും 15ാമത്തെ സിനിമയും അബാം എങ്ങനെയുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ്? അബാം നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റിയത്. ഇത്രയൊക്കെ വെല്ലുവിളികൾക്കിടയിലും അല്ലെ ഞങ്ങളുടെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും ആൾക്കാർ ഈ പറഞ്ഞ പോലെ പല രീതിയിൽ നെഗറ്റീവ് റിവ്യൂസും റിവ്യൂ എന്ന് പറയുന്ന ഡിഫറൻറ്റ്, പക്ഷേ പരിഹാസ രൂപേണയുള്ള മനഃപൂർവ്വമായിട്ടുള്ള റിവ്യൂസൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഞാൻ ഏത് സിനിമയിൽ അഭിനയിച്ച് വരുമ്പോഴേക്കും അപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഭർത്താവിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന നടി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പോസ്റ്റുകളും കുറേ ട്രോളുകളും ഞാൻ കാണാറുണ്ട്. അപ്പം അബാം എന്ന് പറയുന്നത് എപ്പോഴും ഒരിക്കലും ഒരു മോശം കമ്പനിയാണെന്നോ അല്ലെ സമൂഹത്തിനെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മൾ എന്താ പറയുക ഇൻഡസ്ട്രിക്ക് നന്മകളെ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെ കമ്പനി മൂലം ഒരുപാട് ആൾക്കാർക്ക് നമ്മളൊരു തൊഴിൽ കൊടുത്തിട്ടുണ്ട്. ആ സിനിമ തുടങ്ങി അവസാനിക്കുന്നിടം വരെ 1 വർഷത്തെ കാലയളവാണ് ഒരു സിനിമ നമ്മൾ തുടങ്ങി അവസാനിക്കുക എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് അത്രയും കാലയളവിൽ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതൊരു വ്യവസായമാണ്. അല്ലാണ്ട് നമ്മളൊരിക്കലും അതിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി നമ്മൾ ജീവിക്കുമല്ല. നമുക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് സിനിമയിൽ നിന്ന്. അതെല്ലാം എന്താ പറയുക ജനങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടി ഈ വ്യവസായമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അതൊരു ബിസിനസ്സാണ്. അപ്പോൾ എല്ലാ ബിസിനസ്സിലും നമുക്ക് നഷ്ടം ലാഭമൊക്കെ വരും. പക്ഷേ ഇതിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതിനെ മോശമായിട്ടൊന്നും ആൾക്കാർ നമ്മുടെ കമ്പനീനെ കാണില്ല എന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. പക്ഷേ അങ്ങനെ കാണുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. അവരതിനെ അത്ര ലാഘവത്തോടെ കാണുന്നതുകൊണ്ടായിരിക്കാം. സിനിമയ്ക്ക് മുന്നിലും പിന്നിലുമായി 12 വർഷങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരുപാട് എന്താ പറയുക നല്ല വശങ്ങളും ഉണ്ടായിട്ടുണ്ട്, മോശം വശങ്ങളും ഉണ്ടായിട്ടുണ്ട്, സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒപ്പം നമ്മൾക്ക് വിഷമിക്കാനുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാം ജീവിതത്തിൽ നമ്മൾ മറ്റുള്ള മേഖലകളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന പോലെ തന്നെ കാണുന്നു അതിനെ. പക്ഷെ ഞാൻ മെഡിക്കൽ ഫീൽഡിൽ കടന്നു പോയിട്ടുണ്ട്. അതുപോലെ അത് വെച്ച് നോക്കുമ്പോൾ ഇതാണ് കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് നമ്മളെ കൂടുതൽ തളർത്തുന്ന സിനിമയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പക്ഷേ പ്രൊഡക്ഷൻ ഹൗസും കൂടെ ഉള്ളത് കൊണ്ട് ഇതെല്ലാം നമ്മുടെ തലയിലേക്ക് വരുന്നതുകൊണ്ടാവും. അതല്ലാതെ ഒരു നടിയായിട്ട് മാത്രം നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൽ അഭിനയിക്കുക, പൈസ മേടിക്കുക, പോവുക എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് നാൾ നിന്ന് അപ്രത്യക്ഷമാവുക, വീട്ടിലിരിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകാമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനി ഓൺ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ എന്താ പറയുക ബുദ്ധിമുട്ടുകളിൽ കൂടെയൊക്കെ തന്നെയാണ് ഒരു കമ്പനി പോകുന്നത്. ഒരു സിനിമ ഇറക്കുക എന്ന് പറയുന്നത് നല്ല റിസ്ക് ഉള്ള കാര്യമാണ്, നല്ല ടെൻഷനുള്ള കാര്യമാണ്. അതിനകത്ത് പൈസ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത സിനിമ പെട്ടിക്കകത്തായി പോവാതെ അതിൻ്റെ കച്ചവടം നടത്തി അത് തിയേറ്ററിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, എത്തിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ആക്രമണങ്ങളും ഓൺലൈൻ മീഡിയാസിൻ്റെ എന്താ പറയുക നമ്മളെ പരിഹാസങ്ങളും അവരുടെ കമൻസും ഒക്കെ കാണുമ്പോൾ ഇതിനെ ഒരിക്കലും ഞാൻ ഒരു ഭയങ്കര നല്ല ഒരു രീതിയിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് ഏറ്റിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ.
അപ്പം നോക്കാം. ഈ 12 വർഷങ്ങളിലെ സിനിമകൾ വിജയപരാജയങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ? സാറ്റിസ്ഫൈഡ് ഇൻ ദ സെൻസ്, ഇപ്പം ഈ ഒരു സിനിമയോട് കൂടിയിട്ടാണ് നമുക്ക് കൂടുതലൊരു ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. ശരിക്കും സാറ്റിസ്ഫൈഡ് ആണോ, അതല്ലെങ്കിൽ നമ്മളിത് നിർത്തിയാലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോലും വന്നത് ഇപ്പോൾ ഈ ഒരു ബാഡ് ബോയ്സ് ഇറങ്ങിയപ്പോഴാണ്. അതിന് മുൻപ് വരെ നമ്മൾ സിനിമകൾ ഇറങ്ങി നമുക്ക് ഒരുപാട് നഷ്ടം വന്ന സിനിമകളുണ്ട്, ലാഭം വന്ന സിനിമകളുണ്ട്, വളരെ സ്മൂത്തായിട്ട് പോയ സിനിമകളുണ്ട്, ഷൂട്ടിംഗ് സമയത്ത് ബുദ്ധിമുട്ടി ഷൂട്ട് ചെയ്ത സിനിമകളുണ്ട്, പ്രശ്നങ്ങൾ വന്ന സിനിമകളുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ ഇത്രയും ചിന്തിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സിനിമ പക്ഷേ തീർച്ചയായിട്ടും എന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇത് ശരിക്കും എന്തിന് നമ്മളിത് സഹിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊരു കമ്പനി ജനങ്ങൾക്ക് അതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നിൽക്കുന്നതെന്ന് പോലും ചിന്തിപ്പിക്കുന്നുണ്ട് എന്നെ തീർച്ചയായിട്ടും. അപ്പം അറിയില്ല, നോക്കാം. ഒരുപാട് സെന്റിമെന്റൽ ആയതുകൊണ്ടാണോ വികാരപരമായി പ്രതികരിക്കുന്നത്? സെൻറ്റിമെൻ്റൽ ആണോ എന്ന് ചോദിച്ചാണ്. പക്ഷെ ഞാൻ സെൻറ്റിമെൻ്റൽ എന്നതിനേക്കാൾ ഉപരി നീതി എന്നൊരു സാധനത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു നിലപാടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നതും. ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് അത് അനീതിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ, എൻ്റെ ഇൻഡിവിജ്വാലിറ്റിയിൽ എനിക്ക് അനീതിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പ്രതികരിക്കാറുണ്ട്. എല്ലാത്തിനും അല്ല, എനിക്ക് വളരെ ഉറപ്പ് തോന്നുന്ന കാര്യങ്ങൾക്കല്ല, എൻ്റെ മനസ്സിൽ അത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രതികരണം കൊണ്ട് ജനങ്ങൾ അതിനെ എങ്ങനെയാണ് എടുത്തതെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടാവും, ചില പ്രതികരണങ്ങളെ വളരെ നെഗറ്റീവായിട്ട് എടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഇറ്റ്സ് ഓക്കെ, പാർട്ട് ഓഫ് ലൈഫ്. നഴ്സിംഗ് പോലൊരു കരിയറിൽ നിന്ന് വന്നതുകൊണ്ടാണോ സിനിമയുടെ മായിക ലോകത്തിനപ്പുറത്തേക്കും ജീവിതമുണ്ടെന്ന് തോന്നുന്നത്? അല്ല, അത് ആക്ച്വലി നഴ്സിങ്ങിനൊക്കെ മുന്നേ തന്നെ ഞാൻ എന്നും വളരെ ഒരു സാധാരണ ഒരു വ്യക്തിയായിരുന്നു. അന്നും ഇന്നും എന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ആഫ്റ്റർ ഓൾ ഈ സിനിമ എന്നൊക്കെ പറയുന്നത് ഒരു പുറമേ കാണുന്ന ഒരു ഗ്ലാമർ അതൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആഫ്റ്റർ ഓൾ ഇതിനകത്ത് അഭിനയിക്കണവരെല്ലാം നോർമൽ ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ അതിൽ താരമൂല്യത്തിൻ്റെ കുറവ്, ഇടിവ് ഇതൊക്കെ അനുസരിച്ച് ആൾക്കാർ അവർക്ക് കൊടുക്കുന്ന വാല്യൂസിൽ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ അതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് നോക്കിയാൽ എല്ലാവരും എന്താ പറയുക, ഒരുപാട് സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഇമോഷണലി ഒരുപാട് ഡിസ്റ്റർബ്ഡൊക്കെ ആവുന്ന കലാകാരന്മാർ കൂടുതലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ആൾക്കാരെയൊക്കെ കുറച്ചും കൂടി അവർ സെൻറ്റിമെൻറ്റ്സും ഇമോഷണലി പെട്ടെന്ന് ഡിസ്റ്റർബൊക്കെ ആവുന്ന ആൾക്കാരാണ്. അപ്പം ഞാനും സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ അങ്ങനെയായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, ഒറ്റപ്പെടൽ വരുന്നത് അല്ലെങ്കിൽ പരിഹാസ്യതരാകുന്നതിനോടൊക്കെ പ്രതികരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്നവരുടെ കൂടെ, പരിഹാസ്യതരാകുന്നവരുടെയൊക്കെ കൂടെ നിൽക്കണമെന്ന് എൻ്റെ മനസ്സെപ്പോഴും എന്നോട് തന്നെ പറയാറുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നിന്നിട്ടുമുണ്ട്. അങ്ങനെയൊക്കെയാണ് ചില സമയത്തൊക്കെ ഞാൻ പ്രതികരിക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആൾക്കാരെ മനസ്സിലാക്കുന്നത്? ആൾക്കാരെ മനസ്സിലാക്കുന്നത് നമുക്കിപ്പോൾ ഒരു സാധാരണ മനുഷ്യരെങ്ങനെയാണ് വർത്താനം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല അവർ എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ള ഒരു കാര്യം. നമുക്ക് ഒരു കുറച്ച് സമയം ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും അവരുടെ ഇൻറ്റൻഷന് ഗുഡ് ഇൻറ്റൻഷനാണോ അതോ അത് ഫേക്കാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് ഇൻറ്റൻഷൻസ് എന്തും ആയിക്കോട്ടെ, എനിക്കൊരു വ്യക്തി ഫേക്കാണെന്ന് തോന്നിയാൽ ഞാൻ അപ്പം തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. എനിക്ക് പിന്നെ ഞാൻ മാറുന്നതല്ല മനഃപൂർവ്വം, ഞാൻ അങ്ങനെയാണ്. ഞാൻ പിന്നെ ആ ഒരു ഏരിയയിലേക്ക് പോകാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബന്ധങ്ങളൊക്കെ ഉള്ളൂ ലൈഫിൽ. ഉള്ള ബന്ധങ്ങളൊക്കെ ജെനുവിനുള്ള ആൾക്കാരോടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബന്ധങ്ങൾക്ക് പ്രാധാന്യമില്ലാത്ത സ്ഥലമാണ് സിനിമ എന്ന് തോന്നാനുള്ള കാരണം? തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു സിനിമ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് എപ്പോഴും ഇതിൽ അഭിനയിച്ചവരോടൊക്കെ എനിക്ക് എന്താണെന്നറിയില്ല, ഒരു കണക്റ്റഡാണ് ഞാൻ. എൻ്റെ മനസ്സും കൊണ്ട് കുറച്ചൊക്കെ ഞാൻ അവരോട് അഭിനയിച്ച മിക്കവരോടും എനിക്കൊരു ഇഷ്ടം എനിക്ക് തോന്നി ഈ ഒരു സിനിമയിൽ. അതിന് മുൻപൊക്കെയുള്ള സിനിമകൾ ഭയങ്കരമായിട്ട് ബിസിനസ് മാത്രമായിട്ട് കണ്ട് സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് എൻഡാവുന്നതോട് കൂടിയിട്ട് തീരുന്ന ബന്ധങ്ങളാണ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച എല്ലാവരോടും ഇപ്പോഴും എന്താ പറയുക, സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. സ്റ്റിൽ എനിക്ക് മുന്നോട്ടാണെങ്കിൽ പോലും എനിക്ക് അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാനൊക്കെയുള്ള ഒരു ഫീല് എനിക്ക് ഇപ്പോഴെൻ്റെ മൈൻഡിലുണ്ട്. കാരണം എനിക്ക് ഒരിക്കലും അവരൊന്നും അന്യരല്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊരു സിനിമയിലും കിട്ടാത്തൊരു ഫീല്
കാരണം അത്രയും നല്ലതായിട്ടാണ് ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്തതും ഞങ്ങളോടൊപ്പം നിന്നതും ഇപ്പോഴും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും പലതരം അലിഗേഷൻസ് വരുമ്പോഴും നടി എന്ന നിലയിലും നിർമ്മാതാവ് എന്ന നിലയിലും എന്താണ് തോന്നുന്നത്? അല്ല, എനിക്കിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ട് വലിയ ധാരണയുള്ള ആളല്ല ഞാൻ. എനിക്ക് അതിനകത്തുള്ള കണ്ടൻസ് എന്താണെന്നോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് പ്രതികരിക്കാനോ എനിക്കറിയില്ല. കാരണം ഞാനൊരു സംഭവം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയാണല്ലോ ഞാൻ പ്രതികരിക്കേണ്ടത്. അപ്പോൾ എനിക്ക് അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലുള്ള കേട്ടിട്ടുള്ള കാര്യങ്ങളേ എനിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ എന്താ പറയുക, അതിനകത്ത് വന്നിരിക്കുന്ന ഓരോ അലിഗേഷൻസിനും തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവണമെന്നും അതിൽ കുറ്റവാളികളുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ആസ് എ നിർമ്മാതാവായിട്ട് ഞാൻ എൻ്റെ സെറ്റിലൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല നമ്മുടെ സെറ്റിൽ. പിന്നെ കുറച്ച് പേരൊക്കെ വേറെ സെറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ല ചെറിയ രീതിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ കേൾക്കുന്ന പോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിലേക്ക് ഒരിക്കലും ഒരാൾ വന്ന് അങ്ങനെ ഒരു പരാതിയായിട്ട് പറയുമോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു നിയമ നടപടിയോ അല്ലെ അതിനുള്ള ഏതൊരു സംഘടന ത്രൂ ഞാനത് അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പക്ഷെ എന്നിലേക്കൊന്നും ഒന്നും എത്തിയിട്ടില്ല. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ സൈഡിലും അഭിനയത്തിന്റെ സൈഡിലൊക്കെ സ്ത്രീ പ്രാധാന്യം കുറയുന്നു എന്ന് പറയുന്നു. എന്ത് തോന്നുന്നു? സ്ത്രീ പ്രാധാന്യം കുറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീപക്ഷ സിനിമകൾക്ക് ബിസിനസ് കുറവാണ്. ബിസിനസ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആ പ്രാതിനിധ്യം കുറയുന്നത്. അപ്പം താരമൂല്യമുള്ള ആൾക്കാരെ വെച്ചിട്ടുള്ള സിനിമകൾക്ക് മാത്രമാണ് ഫേസ് വാല്യൂ നോക്കിയിട്ടാണ് ജനങ്ങൾ തിയേറ്ററിലേക്ക് അട്രാക്റ്റഡ് ആവുന്നതും ഒരു ക്രൗഡ്, ഒരു ഇനിഷ്യൽ പുള്ളിങ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ കിട്ടണമെങ്കിൽ അതിലൊരു താരമൂല്യമുള്ള ഒരാൾ തന്നെ അഭിനയിക്കുമ്പോഴാണ് വരുള്ളൂ. അപ്പോൾ സ്ത്രീപക്ഷ സിനിമകൾ കാണാനായിട്ട് ജനങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീപക്ഷ സിനിമകൾ കുറയുന്നത്. അല്ലാണ്ട് ഇതൊരു പർപ്പസ്ലി ആരും കുറയ്ക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. ഓട്ടോമാറ്റിക്കലി അതങ്ങനെ സംഭവിക്കുന്നതാണ്. ജനങ്ങൾക്ക് താല്പര്യം താരമൂല്യമുള്ളവരുടെ സിനിമകൾ കാണാനാണ്. പിന്നെ അങ്ങനെയുള്ളവരുടെ സിനിമകളിൽ സ്ത്രീകൾക്കുള്ള റോളെന്ന് പറയുന്നത് ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെ പണ്ടുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ശോഭന അല്ലെങ്കിൽ രേവതിയൊക്കെ അഭിനയിച്ച് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വന്നിട്ട് തിരക്കഥകളുടെയൊക്കെ രീതികൾ മാറി, ജനങ്ങളുടെ അക്സെപ്റ്റൻസ് മാറി. അപ്പം പുതിയ മേഖലയിലേക്ക് പുതിയ ഐറ്റംസൊക്കെയാണ് ഇപ്പം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് സിനിമയുടെ രീതി മാറി. സിനിമാ വ്യവസായം പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പോഴും താരങ്ങളുടെ പ്രതിഫലം സിനിമയ്ക്ക് വേണ്ടിയോ നിർമ്മാതാവിന് വേണ്ടിയോ പരിമിതപ്പെടുത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് അങ്ങനെ പരിമിതപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഒരിക്കലും അത് വർക്കാവില്ല. കാരണം താരങ്ങൾ ജനിക്കുന്നത് അങ്ങനെ താരമൂല്യം എവിടെ വരുന്നോ അവിടെയാണ് താരങ്ങൾ ജനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ താരമൂല്യമുണ്ടായാൽ മാത്രമാണ് ഇൻഡസ്ട്രി വലുതാവുള്ളൂ. അപ്പം എല്ലാ താരങ്ങളും മൂല്യം കുറച്ച് വളരെ കുറഞ്ഞ എമൗണ്ട് റെമ്യൂണറേഷനിൽ വർക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഇൻഡസ്ട്രിയുടെ വലിപ്പം കുറയും. അവിടെ ഒരു ബിഗ് ഇൻഡസ്ട്രി മോളിവുഡ് എന്നുള്ളതിൻ്റെ വലിപ്പം വലുതാവണമെങ്കിൽ വലിയ ബിഗ് സിനിമകളും ബിഗ് ബഡ്ജറ്റ് പടങ്ങളും മൂല്യം വർദ്ധിപ്പിച്ച് അങ്ങനെ വലിയ അങ്ങനെ പോകുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം വലിപ്പം ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് ഞാനിരുന്നിട്ട് മൂല്യം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം എല്ലാവരും മൂല്യം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇൻഡസ്ട്രി വലുതാവട്ടെ. ഇതെല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യുന്ന കാര്യമാണല്ലോ. ഇപ്പം ഞാനൊരാൾ ഇരുന്നിട്ട് മൂല്യം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നടപടിയുള്ള കേസൊന്നും അല്ലത്. അപ്പം ഭയങ്കര മുതൽ മുടക്കിലൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ. ഒരുപാട് മൂല്യം വാങ്ങി റെമ്യൂണറേഷൻ വാങ്ങി താരങ്ങൾ നിലനിൽക്കട്ടെ, അങ്ങനെ തന്നെ നന്നായി പോകട്ടെ, അത്രയും സിനിമകൾ ബിസിനസ് ആവട്ടെ. അല്ലെങ്കിൽ അതൊക്കെ വാങ്ങാൻ ഒരുപാട് വലിയ മുതൽ മുടക്കുള്ള സിനിമകളൊക്കെ വാങ്ങാൻ OTT സാറ്റലൈറ്റുകളൊക്കെ തയ്യാറാവട്ടെ. അങ്ങനെ മോളിവുഡ് വലുതാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അമ്മ, ഭാര്യ, പ്രൊഡ്യൂസർ, അഭിനേത്രി, എങ്ങനെയാണ് ഈ റോളുകൾ ബാലൻസ് ചെയ്യുന്നത്? അല്ല, അമ്മ ഭാര്യയൊക്കെ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ പാട്ടാണ്. കണ്ടീഷൻഡാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് പൊക്കോളും. നമ്മുടെ ഭാഗമാണല്ലോ, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഏരിയാസാണ് അതൊക്കെ. നമ്മൾ തന്നെയാണ്, ഞാൻ തന്നെയാണ്, അമ്മയാണ്, മക്കൾ എൻ്റെയാണ്, അപ്പം ഭാര്യയാണ്, അതെല്ലാം ഞാനാണ്. അപ്പം അഭിനേത്രി എന്ന് പറയുന്നത് പക്ഷേ ഇതൊന്നുമായിട്ടൊരു സാമ്യമില്ല കേട്ടോ. ഞാൻ അതിനോട് ചേർത്ത് വയ്ക്കുകയില്ല. ഞാനാണ്, എൻ്റെ ജീവിതമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. പക്ഷേ അഭിനേത്രി എന്നത് ഞാൻ മാറ്റി നിർത്തുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും എന്നോടൊപ്പം എന്നും നിൽക്കുമെന്നോ അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിനൊത്ത് ആ അഭിനേത്രിയെ ജനങ്ങൾ വളർത്തുമെന്നോ അല്ലെ എനിക്ക് തന്നെ വളർത്താൻ പറ്റുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല.
അത് വരുന്ന പോലെ വരട്ടെ, പോകുന്ന പോലെ പോട്ടെ എന്നുള്ളൊരു ഇതിലേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നോട് ചേർത്ത് ഞാൻ അഭിനേത്രിയെ വെച്ചിട്ടില്ല. പാഷനേറ്റാണ്, തീർച്ചയായിട്ടും പാഷനാണ്. എടുത്ത് കളയേണ്ടപ്പോൾ എടുത്ത് കളയും, അത്രേ ഉള്ളൂ. നഴ്സിംഗ്, അഭിനയം ഏതിലാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നത്? നഴ്സിംഗ്. എന്തുകൊണ്ട്? നഴ്സിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കാണുന്ന ഫേക്ക് മനുഷ്യരല്ലല്ലോ അവിടെ ഉള്ളത്. അസുഖമായിട്ട് വരുന്ന ജെന്യുവൻ ആയിട്ടുള്ള പ്യുവർ ഹാർട്ടഡ് ആൾക്കാരെയാണ് അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അവരുടെ കണ്ണുകളിൽ വരുന്നൊരു തിളക്കമുണ്ട്. അവരവിടുന്ന് ആശുപത്രി വിട്ട് പോകുമ്പോഴേ അവരുടെ കണ്ണുകളിലൊരു തിളക്കം വരും. ആ തിളക്കം കാണുമ്പോൾ നമുക്ക് ദൈവത്തെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മളിലേക്ക് വരും. പിന്നെ നമുക്ക് ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി നമുക്ക് അവിടെ തലയുയർത്തി പിടിച്ച് ഒരു ലൈഫിനെ നമ്മൾ സേവനം ചെയ്തു അല്ലെ രക്ഷിച്ചു എന്നൊരു ചാരിതാർത്ഥ്യത്തോടെ നമുക്ക് അവിടെ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റും. സിനിമയിൽ അഭിനയിച്ച് കഴിയുമ്പോൾ നമ്മൾ പരിഹാസിതരായി, അപമാനിതരായി, തല താഴ്ത്തിപ്പിടിച്ച് കയ്യിലിരിക്കുന്ന കാശ് മുടക്കി കടിക്കുന്ന പണിയെ വാങ്ങിച്ച പോലുള്ള അവസ്ഥയിൽ ഇരിക്കും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഷീലു എബ്രഹാമിൻ്റെ ഹോബികൾ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അപ്പുറത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹോബി അങ്ങനെയൊന്നുള്ള ആളല്ല. ഞാൻ ഭയങ്കര ചുമ്മാ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. എന്നോട് ഇപ്പോൾ കുറേ പേര് ഇൻ്റർവ്യൂസിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഹോബി. എൻ്റെ ഹോബി എന്ന് പറയുന്നത് ആരുമില്ലാതെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഹോബി. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഒന്നും ചെയ്യില്ല. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യില്ല, ചുമ്മാ ഇരിക്കും. ചിലപ്പം എൻ്റെ റൂമിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യും. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരിക്കും, ചിലപ്പോൾ ഇരിക്കുമായിരിക്കും, കിടക്കുമായിരിക്കും. പ്രത്യേകിച്ചൊന്നും എൻ്റെ ഏറ്റവും വലിയ ഹോബി അതാണ്, തന്നെ ഇരിക്കുക. തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളെ തന്നെ അറിയാൻ പറ്റും, നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് ജനങ്ങൾക്കിടയിൽ, ഫേക്കായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ പോയി നിന്ന് സമയം കളയുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ ഓൺ സ്പേസിൽ നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ എപ്പോഴും ഞാനായിട്ട് ഇരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും തനിച്ചാണ്. ഷീലു എബ്രഹാം ബന്ധങ്ങൾക്ക് വളരെ വില കൊടുക്കുന്ന ഒരാളാണ്. സിനിമയിൽ അത് സാധ്യമാണോ? സിനിമയിൽ അത് സാധ്യമല്ല. സിനിമയിൽ അത് സാധ്യമല്ലാത്തത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സിനിമ എപ്പോഴും ബന്ധങ്ങൾക്ക് അങ്ങനെ ഒരു വിലയുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ബിസിനസ്സാണല്ലോ. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഒരു സ്പേസ്, അവരവരുടെ ഒരു റോളുകളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു ഇടമാണ്. അപ്പോൾ എല്ലാവരും അവരവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വളരെ കുറച്ച് മേ ബി വിരലെണ്ണാവുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ കണക്റ്റഡ് അല്ല. അങ്ങനെ ആരുമായിട്ടും സിനിമ ചെയ്യുന്ന സമയത്ത് കണക്റ്റഡാണ്. ആ സിനിമ തീരുന്നതോട് കൂടിയിട്ട് ആ ഒരു ബന്ധം അവിടെ ഓട്ടോമാറ്റിക്കലി പതിയെ ഇല്ലാണ്ടാവും. പിന്നെ ഒരു ഫേക്കായിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആത്മാർത്ഥ ജെന്യുവിനായിട്ട് എനിക്ക് അങ്ങനെ എന്തോ ഫീൽ ചെയ്യുന്നില്ല. എന്തൊക്കെയാണ് ഭാവി പദ്ധതികൾ, സിനിമകൾ? ഭാവി ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. 2 സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതിനെ ഒന്ന് റിലീസ് ചെയ്യണം. അതാണ് ഇപ്പം സിനിമയിൽ നിന്നുള്ള ഒരു സംഭവം. അതാണ്, അതിനെ നമ്മളൊന്ന് തിയേറ്ററിലേക്ക് എത്തിക്കണം. ഈ വർഷം തന്നെ ഉണ്ടാവും അതും. അപ്പം അത് കഴിഞ്ഞാൽ പിന്നീട് എന്തെന്നുള്ളതിനെ പറ്റിയൊന്നും അങ്ങനെ ഒരുപാട് കോളുകളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ബാഡ് ബോയ്സിനോട് കൂടിയിട്ട് ഒരുപാട് കോളുകൾ, കഥ കേൾക്കാനും പുതിയ പ്രൊഡക്ഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടും ഒക്കെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ഇപ്പം. പക്ഷേ ഒന്നും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഇതിൻ്റെ ഒരു തിരക്കുകളും ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഒതുങ്ങി എല്ലാം ഒന്ന് ഓക്കെ ആയതിന് ശേഷം നോക്കുകയുള്ളൂ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, വളരെ ഹാപ്പിയായിട്ട് നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രമാണ് നമ്മളത് ചെയ്യുള്ളൂ. കാരണം നമുക്കൊരിക്കലും ഇതൊരു ഫുൾ ടൈം ബിസിനസ് അല്ല. ഇത് നമുക്കൊരു പാഷനായിട്ടൊരു പാർട്ട് ടൈമായിട്ട് നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ ഒരു 10% ആയിട്ട് കൂട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കത് എത്രത്തോളം മാന്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ഇനി മുന്നോട്ട് ചിന്തിക്കുകയുള്ളൂ. സിനിമയിൽ നിർമ്മാണവും അഭിനയവും അല്ലാതെ മറ്റേതെങ്കിലും സിനിമയിൽ തന്നെയുള്ള മേഖലയിൽ ആഗ്രഹമുണ്ടോ? ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. കാരണം അത് ഈസിലി പോകാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തൊലിക്കട്ടിയൊക്കെ വേണം. അതിനകത്തോട്ട് ഇറങ്ങിച്ചെന്ന് എനിക്ക് ഭയങ്കര തൊലിക്കട്ടി കുറവാണ്. ഞാൻ കുറച്ച് പെട്ടെന്ന് ഡെസ്പാവുന്ന, അല്ലെങ്കിൽ ഭയങ്കര കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സൊക്കെ ഇമോഷണലിയൊക്കെ പെട്ടെന്ന് എന്നെ ബാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ നല്ല തൊലിക്കട്ടിയുള്ളവരൊക്കെ മുന്നേ നിൽക്കട്ടെ, നമ്മളൊക്കെ ഇങ്ങനെ പതുക്കെ നോക്കാം. നടിയെന്ന നിലയിൽ മോഹിപ്പിക്കുന്ന ഏതെങ്കിലും കഥാപാത്രം? ഒന്നുമില്ല, മോഹിപ്പിക്കുന്ന ഒന്നുമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. അധികം അതിമോഹമൊന്നും ഇല്ല കുഞ്ഞെ, അങ്ങനെയൊക്കെ പോയാൽ മതി.